കാലങ്ങളോളം മഹർഷി കണ്ടു തപസ് ചെയ്ത് വനത്തിൽ പാർത്തിരുന്നു. മഹർഷിയുടെ ഈ കഠിന തപസ്യ ദേവേന്ദ്രനെ ആശങ്കയിലാക്കി. മഹർഷിയുടെ തപസ് ഭംഗപ്പെടുത്താൻ ദേവേന്ദ്രൻ തന്റെ ഏറ്റവും സുന്ദരിയായ അപ്സരയായ പ്രമിലോജയെ അയച്ചു. പ്രമിലോജ തന്റെ മോഹകമായ ഭാവങ്ങളാൽ മഹർഷിയെ ആകർഷിച്ചു. മഹർഷി കണ്ടു മന്ത്രമുഗ്ധനായി തന്റെ തപസ് മറന്ന് അപ്സരയുടെ സ്നേഹത്തിൽ മുഴുകി. ഇരുവരും ഒരു ഗുഹയിൽ താമസിച്ചു. 900 വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്ന കാര്യം മഹർഷിക്ക് അറിവായില്ല. ഒരു ദിവസം പ്രമിലോജ പറഞ്ഞു, മുനിവരെ, ഇപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. മുഴുവൻ 900 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹർഷി തകർന്നുപോയി. തന്റെ ജീവിതത്തിലെ ഇത്രയും വലിയ ഒരു കാലഘട്ടം നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ക്രോധത്തിൽ പ്രമിലോജയ്ക്ക് ശാപം നൽകാൻ മഹർഷി ശ്രമിച്ചെങ്കിലും അന്നേരം തന്നെ അദ്ദേഹത്തിന് ബോധ്യമായി. അവരുടെ പുത്രിയായ മാരീഷ ഈ ലോകത്ത് ജനിച്ചിരിക്കുകയായിരുന്നു. അവൾ വൃക്ഷങ്ങളുടെ ദേവിയായി മാറി. പ്രകൃതിക്ക് മുഴുവൻ ജീവൻ പകർന്ന ദേവതയായി. ഇതുപോലെയുള്ള കഥകൾക്കായി വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.